ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് ശേഷം 10 വർഷം നിങ്ങൾ ഭരിച്ചു. കേരളത്തിൽ നെല്ലിൻ്റെ ഉൽപ്പാദനം വർധനവുണ്ടായോ? നെല്ലിൻ്റെ ഉൽപ്പാദനത്തിലെ വർധനവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നെല്ലിൻ്റെ കർഷകർക്ക് കൃത്യമായിട്ടുള്ള പണം കൊടുത്തിട്ടുണ്ടോ? നെല്ലിൻ്റെ കർഷകരുടെ ആത്മഹത്യ നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പച്ചക്കറി 18% സാർ. 10 വർഷം മുമ്പ് നിങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് കയറുമ്പോൾ 23% ഉണ്ടായിരുന്ന പച്ചക്കറി നിങ്ങളിപ്പോൾ 18% ഇവിടുത്തെ ഉൽപ്പാദനം. അപ്പോൾ നിങ്ങൾ പറയുന്ന കാർഷിക മേഖലയിൽ വികസനമില്ല, വ്യാവസായിക മേഖലയിൽ വികസനമില്ല. ഒരു വർഷം നെല്ല് എന്ന് പറയുന്ന അരി, അതാണല്ലോ മലയാളിയുടെ ഭക്ഷണം. നമ്മൾ ഗോതമ്പും റവയും ചോളവും ഒന്നും അല്ല കഴിക്കുക, അരിയാണ്. 40 ലക്ഷം ടൺ നെല്ല് ഉൽപ്പാദനം ഉണ്ടാവണം ഒരു വർഷം ഭക്ഷണം കഴിക്കണമെങ്കിൽ. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 1957 ഞാൻ പഠിച്ച കണക്കനുസരിച്ച് 18 ലക്ഷം ടൺ ഉൽപ്പാദനമുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ട് കേരളത്തിലെ ഇന്നത്തെ ഉൽപ്പാദനം, നെല്ലിൻ്റെ ഉൽപ്പാദനം 3.5 ലക്ഷം ടണ്ണാണ്. ബാക്കി 37 ലക്ഷം ടൺ ആന്ധ്രയിൽ നിന്ന് വരണം, മഹാരാഷ്ട്രയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പൂളിൽ നിന്ന് വരണം. നിങ്ങൾ എന്ത് വികസനം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്?